അപ്പോൾ അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണ് ഇവിടെ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇല ഉണ്ട് കേട്ടോ, നല്ല ഔഷധ ഗുണമുള്ള ഒരു തൂവക്കൊടിച്ചി, അതുമാതിരി കടിച്ചി തൂവ, അങ്ങനെയൊക്കെ പേരിലാട്ടോ അറിയപ്പെടുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഇതുകൊണ്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കറിക്കിടത്തിലൊക്കെ പണ്ടുള്ളവരൊക്കെ വെച്ചിരുന്ന കറിയാണ്. അപ്പോൾ നമ്മളിത് പറിക്കുമ്പോൾ കൈ ചൊറിയൊക്കെ ചെയ്യും. അപ്പോൾ ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഇട്ട് പറിക്കുക കേട്ടോ, അല്ലെങ്കിൽ നല്ല ചൊറിച്ചിലുണ്ടാവും കൈ. ഞാനിത് പറിച്ചിട്ട് എനിക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കേയ്യ നമ്മുടെ കൈൻ്റെ ചൊറിച്ചിൽ മാറും, നല്ലോണം കേയ്യ ചൊറിച്ചിൽ മാറും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ കർക്കിടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഇലയാണ് കേട്ടോ, നല്ല ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോഴൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടോയെന്ന് നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ലോണം കേൾക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയാമെന്നൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം വൃത്തിയായിട്ടൊന്ന് കേകിയെടുക്കാം. കേകിയെടുത്തതിന് ശേഷം നമുക്കിത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ, നമ്മുടെ മുരിങ്ങയൊക്കെ കറി വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ ഇല അരിഞ്ഞ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത്. അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം വേണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ തന്നെയുള്ള ഈ ഔഷധ ഗുണങ്ങളുള്ള ഈ ഇല കൊണ്ട് തന്നെ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ കർക്കിടത്തിലൊക്കെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇല കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മുളകും ചെറിയുള്ളിയൊക്കെ നല്ലോണം വെളിച്ചെണ്ണയിൽ മൂത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ തൂവക്കൊടിച്ചി, കടിച്ചി തൂവ അങ്ങനെയൊക്കെ പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താണ് പറയുക അന്ന് കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ അതുപോലെ അപ്പോൾ നല്ലോണം ചൊറിയുന്ന ഈ ഇല കൊണ്ട് നമുക്ക് അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. കറികളൊന്നും വീട്ടിലില്ലെങ്കിൽ ഇതുപോലെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ടതിന് ശേഷം ഇത് നല്ലവണ്ണം തിളച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഇല അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.